നമസ്കാരം. രാജ്യം ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ വ്യക്തിയുടെ സ്വകാര്യതയ്ക്ക് എന്താണ് സ്ഥാനം? ഒരു ജനാധിപത്യ രാജ്യത്ത് അതിൻ്റെ പരമോന്നത നീതിപീഠം സ്വീകാര്യമായ ഉത്തരം തേടുമ്പോൾ ഉയരുന്ന നിരവധി ചോദ്യങ്ങളുണ്ട്. വ്യക്തിയുടെ സ്വകാര്യത മൗലികാവകാശമല്ലേ? ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വീകാര്യത മറ്റു നിയമങ്ങൾ ഉറപ്പു നൽകുന്ന സ്വകാര്യതയ്ക്ക് മുകളിലാണോ? ആധാറിൽ അവസാനിക്കുന്നതാണോ സ്വകാര്യത? ഭരണകൂടവും പോലീസും പൗരന് നൽകാൻ മടിക്കുന്ന സ്വകാര്യത ആത്മഹത്യയിലേക്ക് നീളുന്നത് തടയേണ്ടതല്ലേ? മുടി വളർത്തിയ യുവാവിനെ മർദ്ദിക്കുന്ന പോലീസും നിയമം അനുശാസിക്കുന്ന നികുതി ആധാറിലൂടെ നൽകുന്ന സാധാരണക്കാരൻ്റെ സ്വകാര്യതയും കവരുന്ന നിയമവും മൗലിക അവകാശ ലംഘനമാകില്ലേ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ് ഞങ്ങൾക്കും പറയാനുണ്ട് ഈ ആഴ്ച. അതിഥികളായി എത്തിയിരിക്കുന്നത് അഭിഭാഷകരായ വെങ്ങാനൂർ ശിവശങ്കർ, ഒപ്പം മായ, റിട്ടയർഡ് പോലീസ് സൂപ്രണ്ട് ജോർജ് ജോസഫ്, പ്രശസ്ത ചലച്ചിത്ര പ്രവർത്തനവും മാധ്യമപ്രവർത്തനമായ സജീവ് പാഴൂർ. 9 അംഗ ഭരണഘടനാ ബെഞ്ച് ഈ വിഷയം എടുത്തിരിക്കുകയാണ്. സ്വകാര്യത, മൗലിക അവകാശം. ജനങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാകാം. എന്താണ് സ്വകാര്യത? എന്താണ് മൗലിക അവകാശം? മൗലിക അവകാശങ്ങളിൽ സ്വകാര്യത എത്തുമ്പോൾ ആ സ്വകാര്യത ലംഘിക്കപ്പെടുമോ എന്നുള്ള സംശയമുണ്ടാകും. ഈ സമൂഹത്തിൽ ഏതൊക്കെ ഘടകങ്ങളിൽ ഇത് ബാധിക്കും? ഒരു സാധാരണ പൗരൻ അവൻ്റെ സ്വകാര്യത എന്ന് പറഞ്ഞ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും എന്തെല്ലാമാണ്? പുതിയ ഭരണഘടനാ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതിൻ്റെ പിന്നിലുള്ള സംഗതി എന്ന് പറയുന്നത്, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് ആത്യന്തികവും നിലനിൽക്കുന്നതും ആയിട്ടുള്ള ഒരു വിധിന്യായം അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലെത്തിച്ചേരണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് ഇത്തരത്തിലൊരു 9 അംഗ ഭരണഘടനാ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അതിൽ പിന്നിലേക്ക് സഞ്ചരിച്ചാൽ 1963 വരെയുള്ള വിധിന്യായങ്ങളൊക്കെ തന്നെ പ്രൈവസി എന്ന് പറയുന്നത് ഒരു മൗലിക അവകാശം അല്ല എന്നുള്ള നിലയിലും 70-ന് ശേഷം ഡെവലപ്പ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റ് അല്ലെങ്കിൽ വിധിന്യായങ്ങളൊക്കെ തന്നെ ഈ പ്രൈവസി എന്ന് പറയുന്നത് ഒരു ഭരണഘടന നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന അവകാശങ്ങളിൽ പെടുന്നത്, മൗലിക അവകാശങ്ങൾ പെടുന്നതാണ് എന്നുള്ള നിലയ്ക്കുമാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ 63-ന് അല്ലെങ്കിൽ 70-ന് മുമ്പുണ്ടായിരുന്ന പ്രൈവസിയെ സംബന്ധിച്ചുള്ള കൺസെപ്റ്റ് സുപ്രീം കോടതി 70-ന് ശേഷം നേരെ തിരിച്ച് ചിന്തിക്കുന്നു അല്ലെങ്കിൽ മറ്റൊരു ആംഗിളിൽ ചിന്തിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ വിഷയത്തെ സംബന്ധിച്ചൊരു ഫൈനാലിറ്റിക്ക് വേണ്ടിയിട്ട് 143 അനുസരിച്ചോ ഈ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു 9 അംഗ ഭരണഘടനാ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ ഈ പ്രൈവസിയെ സംബന്ധിച്ചുള്ള വിഷയങ്ങളൊക്കെ തന്നെ ഈ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ പല ഘട്ടത്തിലും ചർച്ചയിൽ വന്നിട്ടുള്ളതാണ്. അതിനകത്ത് ഖരക് സിംഗ് എന്ന് പറയുന്ന ഒരു കേസിനകത്ത് സർവൈലൻസിനെ സംബന്ധിച്ചുള്ളൊരു വിഷയം വന്നിട്ടുണ്ട്. അതിനു മുമ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും ഈ ഭരണഘടനാ ബെഞ്ചും ഈ പറയുന്ന പ്രൈവസിയെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ, റൈറ്റ് ടു പ്രോപ്പർട്ടി അടക്കമുള്ള വിഷയങ്ങൾ, ഈ കേശവാനന്ദ ഭാരതീസ് കേസ് എന്ന് പറയും, അല്ലെങ്കിൽ AK ഗോപാലൻ കേസ്, മേനകാ ഗാന്ധിയുടെ കേസ്, ഇതിനകത്തൊക്കെ തന്നെ പല ആംഗിളിലും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഒരു കൺക്ലൂസീവായിട്ടുള്ളൊരു ഫൈൻഡിങ് ഈ വിഷയത്തെ സംബന്ധിച്ച് ഉണ്ടാകേണ്ടതാണ് എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊരു 9 അംഗ ഭരണഘടനാ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയൊരു ഡിസ്പ്യൂട്ട് എന്ന് പറയുന്ന സംഗതി സോൾവ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. ഈ സ്വകാര്യത അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇല്ലാതാക്കുന്നതിൽ പ്രധാനപ്പെട്ട കക്ഷികൾ നിങ്ങളാണ്. പോലീസ്. ഹരൺ സിംഗിൻ്റെ കാര്യത്തിൽ ഒരു മോഷണം നടന്നതിന് ശേഷം, എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് അല്ലേ, മോഷണത്തിന് ശേഷവും ഹരൺ സിംഗിൻ്റെ പ്രവർത്തികൾ പോലീസ് ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു സ്റ്റേറ്റിലായാലും ഒരു നാഷണലായാലും ഒരു ഏത് ലെവലെടുത്താലും പോലീസ് അവരുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പലരുടെയും ഫോണുകൾ ചോർത്താറുണ്ട്, പല വ്യക്തികളെയും ഫോളോ ചെയ്യാറുണ്ട്. ഒരു കേസിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തി പ്രതിയാണോ ഇല്ലയോ എന്ന് നിശ്ചയിക്കുന്നതിന് ശേഷം മുമ്പും കോടതി പറയുന്നതിനായാലും അതിനുശേഷവും അയാളെ തുടർച്ചയായിട്ട് പിന്തുടരാറുണ്ട്. അയാളുടെ സ്വകാര്യത എന്ന് പറയുന്ന പല കാര്യങ്ങളിലും ഒരു ലംഘനം നടത്താറുണ്ട്. അത് പലപ്പോഴും ലീഗൽ റൈറ്റിലല്ല, ഫണ്ടമെൻ്റൽ റൈറ്റിൽ വരെ നിങ്ങൾ കൈവെക്കാറുണ്ട്. ഈ നിയമം അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്താൽ അത് പോലീസിൻ്റെ തുടർ പ്രവർത്തനങ്ങളെ ബാധിക്കുമോ, അതോ സ്വകാര്യതയ്ക്കായിരിക്കുമോ പോലീസ് പോലെയുള്ള ഒരു സംവിധാനം മുൻഗണന കൊടുക്കുക? അല്ല, ആർട്ടിക്കിൾ 21-നകത്ത് ആർട്ടിക്കിൾ 19 കൂടെ ചേർന്നിട്ടാണ് ഈ സ്വകാര്യത നിലനിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ സ്വകാര്യത എന്ന് പറയുന്നത് ഇതിലത് സുപ്രീം കോടതി ഇപ്പോൾ എഗൻസ്റ്റായിട്ട് ഇപ്പോഴത്തെ ഈ ആധാർ കാർഡ് നമ്മുടെ സ്വകാര്യതയിലുള്ള കയ്യേറ്റമാണെന്നൊരു നിരീക്ഷണം വന്നാൽ തന്നെ സുപ്രീം കോടതി വളരെയധികം നിയമങ്ങൾ ഇതിനകത്ത് അഡ്വാൻസ് ചെയ്ത് പോയി, വളരെയധികം പോയി. ഇപ്പം 354 സ്വകാര്യത. ഇന്നാൾ നമ്മളൊരു MLA-യുടെ ഡ്രൈവർ അവിടെ നടന്നു പോയപ്പോൾ ഒരു സ്ത്രീ കുളിക്കുന്ന കണ്ട് ഒന്ന് എത്തി നോക്കി. അന്നേരം ആ ഫ്രെയിമിനകത്ത് ആ ഗ്രില്ലിനകത്ത് തലയുടക്കി പോയി.
അങ്ങ് സംഭവം ഉണ്ടായില്ല. പത്രത്തിൽ നമ്മൾ വായിച്ച അയാൾ അറസ്റ്റ് ചെയ്തു. ആ പാവപ്പെട്ടവനെ പോലീസ് വന്നാണ് രക്ഷപ്പെടുത്തിയത്. ഇനിയിപ്പം ഞാൻ പറയാം 153A രാജ്യദ്രോഹകരമായ ഒരു രണ്ട് തമ്മിൽ രഹസ്യമായിട്ട് ഒരു സ്വകാര്യതയിൽ ഇരുന്ന് രാജ്യത്തിനെതിരായിട്ട് നീങ്ങിയാൽ നമുക്ക് ഇടപെടാതിരിക്കാൻ പറ്റുമോ? മുടി വളർത്തിയതൊക്കെ അങ്ങനെയുള്ള ചെറിയ ഷർട്ട് ഇട്ടു, മുടി വളർത്തി, പാൻറ്റിൻ്റെ ഇറക്കിയിടുന്ന പാൻറ്റുകൾ അല്ലേ? അപ്പോൾ അത് നേരത്തെ ഒരു ചർച്ചയിലാണെങ്കിൽ പെൺകുട്ടികൾ പറഞ്ഞു, പെൺകുട്ടികൾ കണ്ടെത്തിയുന്ന ആമ്പിള്ളേർ ഏതൊക്കെ കളർ ജഡ്ഡിയാണ് ഇടുന്നതെന്ന്. ഇതൊക്കെ ഇതിനകത്ത് വന്ന് കാരണം ഇത് സ്വകാര്യതയിൽ ഇടപെടുന്ന കാര്യമാണോ? ഇങ്ങനെ ഇട്ടുകൊണ്ട് വരാമോ? ഇതൊക്കെ ഞാൻ വേറൊരു കാര്യം പറയാം. സുപ്രീം കോടതി അദ്ദേഹം പറഞ്ഞു, സുപ്രീം കോടതി പല കാര്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട്. ഈ സ്വകാര്യത എന്ന് പറയുന്നത് ഒരു അമോർഫസ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമോർഫസ് എന്ന് പറഞ്ഞാൽ അതിന് പൂർണ്ണതയില്ല, അതിന് നമുക്ക് അമീബ പോലെ ഇങ്ങനെ കിടക്കും. അതിനൊരു ഡെഫിനിഷൻ കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ ഫണ്ടമെൻ്റൽ റൈറ്റിനകത്ത് കയറി ഇറങ്ങി കിടക്കുന്ന സാധനമാണ്. ഇതിനൊരു ഡെഫിനിഷൻ ആബ്സല്യൂട്ട് ഒരു പൂർണ്ണത കൊണ്ടുവരാൻ സുപ്രീം കോടതി ശ്രമിക്കുന്നു. നടക്കില്ല എന്നാണ് ഞാൻ പറയണത്. പോലീസിന് പല ഘടകങ്ങളുണ്ട്. അതിൽ തന്നെ 292 പൊതുസ്ഥലത്ത് വേണമെങ്കിൽ പൊതുശല്യം ഉണ്ടാക്കിയെന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഒരാളെ പൊക്കിയിട്ട് നിങ്ങൾക്ക് പറയാം എന്താ പൊതുസ്ഥലത്ത് ശല്യമുണ്ടാക്കി അല്ലേ? ആ ഒരു വകുപ്പ് എങ്ങനെയാണേലും നിങ്ങൾക്ക് ഉപയോഗിക്കാം, ആരെ വേണേലും പിടിച്ചു കഴിഞ്ഞ് കൊണ്ടുവന്നതിന് ശേഷം പറയാം ഇത് പൊതുസ്ഥലത്തെ പ്രശ്നം. എന്താ പൊതുസ്ഥലത്തെ പ്രശ്നം? ആ പൊതുസ്ഥലത്തെ പ്രശ്നം പിന്നീട് പോലീസ് പറയുന്നതാണ്. ഇത് പിന്നെ രണ്ടാമത്തെ കാര്യം, അങ്ങ് പറഞ്ഞതിനകത്തെല്ലാം ഒരു കുഴപ്പമുള്ളത് മറ്റൊരു വ്യക്തിയിലേക്ക് എത്തുന്നുണ്ട്. ഞാൻ പറയുന്നത് അതല്ല, ഒരാൾ ഒറ്റയ്ക്ക് അവിടെയാണ് സ്വകാര്യത ഉണ്ടാകുന്നത്. ഞാനും അങ്ങും ചേരുമ്പോൾ അത് സ്വകാര്യമാകില്ല, രണ്ട് വ്യക്തികളാകും. ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറയുന്നത് എൻ്റെ മൗലികാവകാശമാണ്, എനിക്കെന്ത് ചെയ്യാമെന്നുള്ളതാണ്. ഞാനെന്ന വ്യക്തി ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അവിടെ സ്റ്റേറ്റോ ഭരണകൂടമോ പോലീസോ ഇടപെടുന്നുണ്ടെങ്കിൽ, ആ ഫണ്ടമെന്റൽ റൈറ്റിനെ എതിർക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് കിട്ടുന്ന നിയമപരമായിട്ടുള്ള അവകാശത്തെ നിങ്ങൾ ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റല്ലേ? ഞാൻ ഇവിടെ നിന്നിട്ട് കുറെ അംഗവിക്ഷേപം കാണിക്കുക, എനിക്ക് കാണിക്കാൻ അറിയാം. 294B ചീത്ത വിളിക്കുന്നില്ല. ശരി, അങ്ങേക്ക് ഇവിടെ കാണിക്കാം, പക്ഷെ ഞങ്ങൾ ആരും ഇവിടെ ഉണ്ടാകാൻ പാടില്ല. അതാണ് മുറിയിൽ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ അങ്ങേക്ക് എന്ത് വേണേ കാണിക്കാം, ഞങ്ങൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കാണിക്കരുത്. ഇതാണ് പോലീസിന്റെ കുഴപ്പം. ഞാൻ മുടി വളർത്തുന്നത് എന്റെ സൗകര്യമല്ലേ? വളർത്തിക്കോ, ഇഷ്ടംപോലെ. അത് പാടില്ല. ഒരു പെങ്കൊച്ചാണോ ആങ്കൊച്ചാണോ എന്ന് നമുക്ക് തപ്പി നോക്കേണ്ടി വരും. അതേ ഉള്ളൂ പ്രശ്നം. അതാണ് കുഴപ്പം. അതാണ് പോലീസിന്റെ പ്രശ്നം. ഞങ്ങൾ എന്നാ ചെയ്യാനൊക്കും? ഞങ്ങൾ എന്ത് ചെയ്യാനൊക്കും? പോലീസ് പറയുന്നതെല്ലാം തന്നെ മറ്റൊരു വ്യക്തിക്ക് ഉപദ്രവം ഉണ്ടാകുന്ന കാര്യമാണ്. ഞാൻ പോയിന്റ് ചെയ്യുന്നത്, ഞാൻ മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത്, ഒരു വ്യക്തി, ആ സ്വകാര്യ വ്യക്തിയുടെ മൗലിക അവകാശം, മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത മൗലിക അവകാശം, അതിന്മേൽ സർക്കാർ ഇടപെടുന്നു. മായയ്ക്ക് എങ്ങനെ മുടി വളർത്തണമെന്നുള്ളത് മായയുടെ സൗകര്യമാണ്, മായയുടെ ഇഷ്ടമാണ്, അത് സമൂഹത്തിന് ദോഷം വരുന്നേ ഉള്ളൂ. പക്ഷെ പോലീസ് തന്നെ കാണുമ്പോൾ എന്തിനാ ഇങ്ങനെ ആണാണോ പെണ്ണാണോ എന്ന് സംശയമുണ്ട്, പോയി മുടി വളർത്ത് എന്ന് പറയുന്നത് സ്വകാര്യതയ്ക്ക് മേലുള്ള കടന്നുകയറ്റമല്ല. മാർഷൽ, ഇത് നമ്മൾ വളരെയധികം സൂക്ഷിച്ച് പ്രയോഗിക്കേണ്ട ഒരു പദമാണ് ഈ സ്വകാര്യത എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതി ആയാലും ഈ 9 ജഡ്ജ് ബെഞ്ച് ആണെങ്കിൽ പോലും വളരെ സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമാണ് ഈ സ്വകാര്യത. ഇത് ഏറ്റവും ആദ്യം പറയേണ്ടത് ഈ കോൺഫിഡൻഷ്യൽ റെക്കോർഡ്സും പ്രൈവസിയും തമ്മിലുള്ള ഡിഫറൻസ് ആർക്കും ഇപ്പോൾ ഇവിടെ പറയാൻ സാധിക്കില്ല. വാട്ട് ഈസ് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് പ്രൈവസി? അതൊന്ന് ആദ്യം ചിന്തിച്ച് നോക്കൂ. നമ്മളിപ്പോൾ ഒരു ഡോക്ടറിനോട് ഡിസ്ക്ലോസ് ചെയ്യുന്ന ഫാക്ട്സ്, അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിനോടോ അല്ലെങ്കിൽ മറ്റ് അത്തരത്തിലുള്ള ഒരു ലോയറിനോടോ ഡിസ്ക്ലോസ് ചെയ്യുന്ന ഒരു ഫാക്ട്സ്, അതുപോലെ ആവില്ല ഈ പറയുന്ന പേഴ്സണൽ ഡീറ്റെയിൽസ്. ഇത് എല്ലാ കേസിലും വരുമ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ കേസ് വരുമ്പോഴും സുപ്രീം കോടതിക്ക് അല്ലെങ്കിൽ മറ്റ് കോടതികൾക്കെല്ലാം വ്യത്യസ്തമായ ഇൻ്റർപ്രിട്ടേഷനാണുള്ളത്. ഇപ്പോൾ ഈ പറയുന്ന 9 അംഗ ജഡ്ജസിന് പോലും എല്ലാവർക്കും ഏകാഭിപ്രായമായിരിക്കില്ല. അവിടെ വരുമ്പോൾ ഈ പറയുന്ന ഇതിൽ തന്നെ പറയുന്നുണ്ട്, ഇറ്റ്സ് വെരി കൺഫ്യൂസിങ്, ഭയങ്കര കൺഫ്യൂഷനാണ്. ഇതിനെ എങ്ങനെയാണ് ലിബർട്ടിയിൽ നിന്നും, ഫ്രീഡം ഓഫ് ലിബർട്ടി എന്ന് പറയുന്ന ഇതിൽ നിന്നും, ക്ലോസിൽ നിന്നും ഇതിനെ എങ്ങനെയാണ് വേർതിരിച്ചെടുക്കാൻ പറ്റുക എന്നുള്ളത് അവർ പോലും കൺഫ്യൂസ്ഡ് ആണ്. അങ്ങനെ നിൽക്കുന്ന ഒരു സ്റ്റേജിൽ ചിലപ്പോൾ ചില ജഡ്ജസ് ഡിസെൻഡ് ചെയ്തു എന്ന് വരാം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ആദ്യം നോക്കേണ്ടത് സ്റ്റേറ്റിൻ്റെ സെക്യൂരിറ്റിക്ക് തന്നെയായിരിക്കും പ്രധാനമായിട്ടും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പരമപ്രധാനമായ ഇതെന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ സെക്യൂരിറ്റി തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല, ഇനിയിപ്പോൾ ചിലപ്പോൾ കോടതി തീരുമാനിച്ചേക്കുമായിരിക്കാം അതിന് ദോഷം വരുന്ന യാതൊരു കാര്യവും കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങയുടെ സിനിമ തൊണ്ടി മുതലും ദിക്സാക്ഷിയും, അതിലൊരു സീനുണ്ട്. അതാണ് ഞാൻ പാഴൂരിനെ ഇതിലേക്ക് ക്ഷണിക്കാൻ കാര്യം. കാരണം ഒരാൾ മാല മോഷ്ടിച്ചു എന്ന് പറയുന്നു, പോലീസിന് തൊണ്ടി കണ്ടെത്താൻ പറ്റുന്നില്ല. അദ്ദേഹത്തെ രാവിലെ പഴമൊക്കെ കഴിച്ചിട്ട് രാവിലെ വെളിക്കിറങ്ങാൻ വേണ്ടി കൊണ്ടുപോകണം. പോലീസും കൂടെ പോകുന്നു. ബൈ ചാൻസ് അയാൾ ഇത് എടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ, അങ്ങനെയല്ല എന്ന് കരുതുക,
എങ്കിൽ ആ വ്യക്തിയെ കൊണ്ടുവന്നു, പോലീസ് കൂടെ കൊണ്ടുവന്നു. പ്രതി എന്ന് സംശയിക്കുന്ന ആൾ എന്നുള്ള സാഹചര്യ തെളിവുകളെല്ലാം അതാണ്. അയാളുടെ സ്വകാര്യതയുടെ മേൽ പോലീസ് ഒരു ഇടപെടൽ നടത്തുന്നു. ഇവർ പറഞ്ഞത് ഭരണഘടനാപരമായും നിയമപരമായിട്ടുള്ള വശങ്ങളെല്ലാമാണ്. മനുഷ്യത്വപരമായി ഒരു സാമൂഹ്യ ജീവി എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരാളെന്ന നിലയിൽ ചോദിക്കുകയാണ്. നമ്മൾ മാധ്യമപ്രവർത്തകർ പലപ്പോഴും പറയുന്നത് നിയമവശങ്ങൾക്കപ്പുറം മനുഷ്യത്വപരമായ കാര്യങ്ങളും വികാരപരമായ കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നു. ഫണ്ടമെന്റൽ റൈറ്റ്സിന് മേൽ ഒരു ഇടപെടൽ വന്ന് സ്വകാര്യത മൗലികാവകാശമല്ല എന്ന നിലവിലുള്ള നിലപാടിൽ തന്നെ സുപ്രീം കോടതിയുടെ 9 അംഗ ഭരണഘടനാ ബെഞ്ച് നിൽക്കുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്തെല്ലാമായിരിക്കും? ആദ്യം തന്നെ ഒരു പ്രശ്നം വെച്ചാൽ ഞാൻ ഈ കോടതിക്കകത്തിരുന്ന പോലെ ആയിപ്പോയി. ഇത് ഇങ്ങനെ ഒരു സിനിമയുടെ സംഭവം ചോദിച്ചിട്ട് ഞാൻ പെട്ടുപോയെന്ന് സത്യം പറയാമല്ലോ. മൊത്തം ആർട്ടിക്കിളും ഒക്കെ കിടന്ന് ഇവിടെ അങ്ങനെ അങ്ങോട്ടും ഓടി മാത്രം പുറകിരിക്കണം മുഴുവൻ വക്കീൽ പഠിക്കുന്നവർ ആകെ പെട്ട് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ ഇതിനകത്ത് പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ സ്വകാര്യത എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ ഏത് ലെവലിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഇത് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നില്ല. ഇത് ആദ്യം പറയാം, ഇതിന് വേഗമാണ് സംഭവം. ഇത് ടോട്ടാലിറ്റി ഇതിൽ വേഗമാണ്. ഇത് നമ്മളെങ്ങനെ അതിൽ ഇടപെടും എന്നുള്ളത് മാത്രമേ എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. ഇപ്പോൾ ഒരു പോലീസ്, ഇപ്പോൾ പോലീസിൻ്റെ കേസ്, ഇപ്പോൾ വിനായകൻ്റെ കേസ് തന്നെ ഇത് എല്ലാ പോലീസ് ഓഫീസേഴ്സിൻ്റെയും കാര്യമല്ല, ഇത് എക്സംഷൻസ് ആണ്. അല്ലെങ്കിൽ എല്ലാ സ്റ്റേഷനിലും ഉണ്ടാവണ്ടേ, ഈ നാട്ടിലുള്ള മുഴുവൻ മുടി കുറച്ച് വരെ ഇങ്ങനെ സംഭവിക്കണം, അങ്ങനെയല്ല. ഇത് ചെയ്യുന്നത് ആ കൺസേൺ അതിൽ ഏതാണ് ഇൻവോൾവ് ആയിട്ടുള്ള ഓഫീസർ ആരാണോ ആ ഓഫീസറുടെ ആറ്റിറ്റ്യൂഡിൻ്റെ പ്രോബ്ലം. അതൊരു സിസ്റ്റത്തിൻ്റെ ടോട്ടാലിറ്റി പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുന്ന അത്തരം ഇപ്പം ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അയാൾ സ്വീകരിക്കുന്ന സമീപനം, അയാളുടെ ജീവിത സാഹചര്യം, അയാൾ വളർന്നു. ഇപ്പോൾ ഈ സിനിമയുടെ കാര്യം തന്നെ പറയും. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ അയാളുടെ സ്വകാര്യത എന്ന് പറയുന്നത് നമുക്ക് അയാളുടെ സ്വകാര്യത മാത്രം നിൽക്കാൻ പറ്റുമായിരുന്നില്ല, നിന്ന് കഴിഞ്ഞാൽ പറ്റില്ല. കാരണം പോലീസിലൊരു കേസ് മറ്റൊരാളുടെ സ്വകാര്യതയിൽ അയാൾ കടന്നു കയറിയിട്ടുണ്ട്. ആ പെൺകുട്ടിയുടെ മാല പൊട്ടിച്ചിട്ടാണ് അയാളെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അയാളുടെ ആ വിഷയം തെളിയിച്ചെടുക്കുക എന്നുള്ളത് ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്, ഒരു പോലീസിങ്ങിൻ്റെ ഭാഗമാണ്. ആ പോലീസിങ്ങിൻ്റെ പാർട്ടാണത്. ആ പാർട്ടിലാണ് അവർ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ഫോൺ ആവശ്യമെങ്കിൽ ചോർത്തേ പറ്റുള്ളൂ, അവർക്കത് ചെയ്തേ പറ്റുള്ളൂ. കാരണം അത് കേസിൻ്റെ മെരിറ്റ് അനുസരിച്ച് എന്താണ് എവിടെയാണത് അവർ ലാൻഡ് ചെയ്തിട്ടുള്ളത്, എന്താണ് അതിൻ്റെ പോയിൻറ്റ്, ഇതെല്ലാം പ്രശ്നം വരുന്നത് എവിടെ, ഇത് മിസ്യൂസ് ചെയ്യപ്പെടുമ്പോഴാണ്. ആധാർ നല്ലതാണ്. ആധാർ എന്ന് പറയുന്നൊരു ടോട്ടൽ ഡോക്യുമെൻ്റ് എല്ലാം കംപ്ലീറ്റഡ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻറ്റ് നല്ലത് തന്നെയാണ്. ഈ നല്ലതായിട്ടുള്ള ഡോക്യുമെൻറ്റ് എവിടെയാണ് പ്രശ്നം വരുന്നത് എന്നുള്ളതാണ്. ഇത് മിസ്യൂസ് ചെയ്യപ്പെടുമ്പോൾ, ഇത് സ്വകാര്യ കമ്പനികൾക്ക് കൊടുക്കുമ്പോൾ, അവർ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ ചെയ്യുമ്പോൾ, അവർ നമുക്ക് ഇമെയിൽ അയക്കുമ്പോൾ